ഹലോ എവരിവൺ, ഡോക്ടർ മുൻസിർ ഹിയർ. ചില സമയങ്ങളിൽ വളരെ ചെറിയ ഒരു മുറിവ് പോലും ഉണങ്ങാതെ മാസങ്ങളോളം നമുക്ക് കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്. ഇതിന് പ്രധാന ഒരു കാരണം പ്രോപ്പറായിട്ടുള്ള വൂണ്ട് കെയർ ഇല്ലാത്തതും വൂണ്ട് ഹീലിങ്ങിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുമാണ്. ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ ഫാക്ടറാണ് ഈ വൂണ്ട് ഹീലിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിനു മുന്നേ ചെറിയ ഒരു മുറിവ് കാരണം മാസങ്ങളോളം കഷ്ടപ്പെടുകയും പല പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിക്കുകയും അവസാനം ബേസിക് ആയിട്ടുള്ള വൂണ്ട് കെയർ, ഒരു മുറിവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ആ കാര്യം കൊണ്ട് മാത്രം മുറിവ് ഉണങ്ങുകയും ചെയ്തൊരു വ്യക്തിയുടെ കഥ ഞാനിവിടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു 57 വയസ്സുള്ള കാർഡിയാക്ക് ഇഷ്യൂസും അതുപോലെ അൺകൺട്രോൾഡ് ഷുഗറും ഉള്ള ഒരു പേഷ്യൻ്റാണ്. ഇദ്ദേഹം വണ്ടിയായിട്ട് പോകുമ്പോൾ ഒരിക്കൽ കാലിൽ സ്റ്റാൻഡ് തട്ടിയിട്ട് ചെറിയൊരു മുറിവുണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അതുകൊണ്ട് ഹീലാവുണ്ടായപ്പോൾ ഇദ്ദേഹം മെയിൻ ലാൻഡിലേക്ക് പോയി. അവിടെ നിന്നാണെങ്കിൽ നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലിലല്ല പോയത്, അവർ ഏതോ ഒരു ഹോസ്പിറ്റൽ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ പോയിട്ട് അവർ എന്തൊക്കെയോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഈ അലോപ്പതി ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്, പിന്നെ മെഡിസിൻസ് ഒക്കെ അവിടുത്തെ അവരുടെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന എന്തോ ഒരു മിക്സാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. ഏതൊരു കാര്യത്തിൻ്റെയും നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ എത്ര കെട്ടിപ്പടുത്തിട്ടും കാര്യമില്ല. അതുപോലെ ഒരു വൂണ്ടിൻ്റെ ഫൗണ്ടേഷൻ, വൂണ്ട് കെയറിൻ്റെ ഫൗണ്ടേഷനാണ് പ്രോപ്പറായിട്ടുള്ള വൂണ്ടിൻ്റെ ഡ്രസ്സിങ്ങും അതിൻ്റെ കെയറും. അവർ ഇത് ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്നതാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ആ വൂണ്ട് തുറന്നിട്ടിട്ട് അതിന് വെയിൽ കൊള്ളിക്കും, എന്നിട്ട് പ്രോപ്പറായിട്ട് ഡ്രസ്സിങ് ഒന്നുമില്ല. അതുകൂടാതെ ഒരുപാട് മെഡിസിൻസ്, ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ മെഡിസിൻ, രാവിലെ 18 മെഡിസിൻ, രാത്രി 18 മെഡിസിൻ, ഇത്രയും മെഡിസിൻസ് കൊടുത്തിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വൂണ്ടിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. വൂണ്ട് അതുപോലെ തന്നെയുണ്ട്, അതിന് എല്ലാ ഇൻഫെക്ഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുകൂടാണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും മെഡിസിൻ്റെ ഡോസ് താങ്ങാൻ പറ്റാണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരീരഭാരമൊക്കെ കുറയാൻ തുടങ്ങി, നന്നായിട്ട് വീക്കാവുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ അവസാനം അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ചിട്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ടാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. വന്നപ്പോഴേക്കും ഞാൻ നോക്കുമ്പോഴേക്കും ഇത്രയോ ഒരുപാട് മെഡിസിൻ, അതിൽ കുറേ മെഡിസിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ അവിടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എന്തൊക്കെയോ മെഡിസിനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർ കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള വൂണ്ടിൻ്റെ കെയർ, അതായത് നന്നായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് ആൻറ്റിസെപ്റ്റിക് ബീറ്റാഡിൻ പോലുള്ള സൊല്യൂഷൻ വെച്ച് നന്നായിട്ട് വൃത്തിയാക്കുക, എന്നിട്ട് ഓയിൻമെൻറ്റ് തേക്കുക, ഡ്രസ്സ് ചെയ്യുക, ഇത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അവരൊരു 2 വീക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ താങ്ക് ഗോഡ് ആ വൂണ്ട് ആൾമോസ്റ്റ് ഹീലായി. പിന്നെ ജസ്റ്റ് ഉണങ്ങി തീരാനുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പോസിറ്റീവ് ഭാഗം എന്ന് വെച്ചാൽ ഇവർ ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്സ് അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത്, ഇവർ ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല, വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ബേസിക് ആയിട്ടുള്ള വൂണ്ടിൻ്റെ കെയറൊക്കെ ചെയ്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങുകയും ചെയ്തു. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗ്? ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ അവിടെ നല്ല ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് വൂണ്ട് ഹീലിംഗ് ക്ലോട്ട് ഫോർമേഷൻ, അതായത് ആ ബ്ലീഡിങ് സ്റ്റോപ്പായിട്ട് അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ. നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേറ്ററി സെൽസൊക്കെ അവിടെ ആ മുറിവുണ്ടായ സ്ഥലത്ത് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടിഷ്യൂ ഫോർമേഷൻ. നമ്മളെ ലോസ്റ്റ് ആയിട്ടുള്ള അവിടെ നിന്ന് നശിച്ചു പോയ സെൽസൊക്കെ പുതിയത് ഉണ്ടാക്കുക, അതാണ് ടിഷ്യൂ ഫോർമേഷൻ. ലാസ്റ്റ് സ്റ്റേജ് റീമോഡലിംഗ്, അത് മുറിവുണ്ടാകുന്നതിന് മുന്നേ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. നോർമലി ഒരു വൂണ്ട് ഹീലിങ്ങിന് 1 to 2 വീക്സ് എടുക്കും. ഇനി ഒരു മുറിവുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നമ്മൾ മിക്കവാറും ആൾക്കാരിൽ എന്തെങ്കിലും മുറിവുണ്ടാകുമ്പോൾ ഉടനെ തന്നെ അവിടെ പേസ്റ്റോ കോഫി പൗഡറോ ചായപ്പൊടിയോ അങ്ങനെ എടുത്തിടുന്ന ഒരു പ്രവണതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ തെറ്റാണ്, ഇതൊരിക്കലും ചെയ്യരുത്. അത് കാരണം ഇൻഫെക്ഷനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാണ്ടിരിക്കുക. ഏതൊരു മുറിവുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് അവിടെ കഴുകി വൃത്തിയാക്കുക. അവിടെ എന്തെങ്കിലും മണലോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യലാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വൂണ്ട് തൊട്ടുകൊണ്ടുണ്ടാവും. മുകളിൽ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ പറഞ്ഞല്ലോ. വാട്ട് ആർ ദ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ? ഫസ്റ്റ് വൺ, ഫീവർ. സെക്കൻഡ് വൺ, ഇൻക്രീസ് ഇൻ പെയിൻ. തേർഡ് വൺ, ലോക്കൽ റൈസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ആ മുറിവിന് ചുറ്റും ചൂട് കൂടി വരിക. ഫോർത്ത് വൺ, റെഡ്നെസ്, ആ മുറിവിന് ചുറ്റും ചുവന്ന് വരിക. അഞ്ചാമത്തെന്ന് വെച്ചാൽ ആ മുറിവിന് കുറച്ച് അകലെയായിട്ട് മുകളിലും താഴെയായിട്ടും ഒരു ചോപ്പ് വരികയും ചൂട് വരികയും ചെയ്യുക.
ഇതിനെ സെല്ലുലൈറ്റിസ് എന്ന് പറയും. ഇതൊക്കെ സൈൻസ് ഓഫ് ഇൻഫെക്ഷനാണ്. ഇത്രയും സയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ചിട്ട് ആ വൂണ്ടിൻ്റെ പ്രോപ്പർ കെയർ നമുക്ക് ചെയ്യേണ്ടതാണ്. ഇത്തരം സമയങ്ങളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടി ആവശ്യം. ഓക്കെ, നമ്മളിപ്പോൾ സയൻസ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഏതൊരു മുറിവുണ്ടായി കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് മുറിവുണ്ടായ ഉടനെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു വെള്ളം കൊണ്ട് ആ ഭാഗം മുഴുവനും കഴുകി വൃത്തിയാക്കുക. അതിൽ മണലോ ചെളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ള് പോകുന്നവരെ കഴുകി വൃത്തിയാക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ പോലെ പേസ്റ്റോ ചായപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനവും അതിലിടരുത്. മൂന്നാമതായിട്ട് ബ്ലീഡിങ് ഉണ്ട് എങ്കിൽ ആ ഏരിയയിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. നാലാമത്തത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ ഡ്രസ്സിങ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഈ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻ ബീറ്റാഡിൻ പോലെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക. രണ്ടാമത് ബീറ്റാഡിൻ പോലുള്ള സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകുക. എന്നിട്ട് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് തേച്ചിട്ട് വൃത്തിയുള്ള സ്റ്റെറൈലായിട്ടുള്ള ഗോസ് പീസ് വെച്ചിട്ട് ഡ്രസ്സിങ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ സയൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക് വേണം. ഇനി നമുക്ക് ഒരു മിത്തുണ്ട്, ഒരു തെറ്റായ ധാരണയുണ്ട്, എല്ലാ മുറിവും ഉണങ്ങാൻ ആൻറ്റിബയോട്ടിക് ആവശ്യമുണ്ട്. ആൻറ്റിബയോട്ടിക് സത്യം പറഞ്ഞാൽ ഉണങ്ങാനുള്ളതല്ല, ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറാനുള്ളതാണ് ആൻറ്റിബയോട്ടിക്. അല്ലാണ്ട് വൂണ്ട് ഉണങ്ങുന്നത് ആൻറ്റിബയോട്ടിക് കാരണമല്ല. വൂണ്ട് ഉണങ്ങാൻ പല ഫാക്ടേഴ്സ്. ഒന്ന് നമ്മളെ ജനറ്റിക് പ്രിഡിസ്പോസിഷൻ, നമ്മളെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റിയും ഹീലിംഗ് കപ്പാസിറ്റിയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അതിന് സപ്പോർട്ടീവായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് പ്രോപ്പർ വൂണ്ട് കെയർ വേണം, അഡിക്വേറ്റ് ഹൈഡ്രേഷൻ വേണം, നല്ല ഭക്ഷണം കഴിക്കണം ആ സമയത്ത്, അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം. ഈ വൂണ്ട് ഇൻഫെക്റ്റഡ് ആവാണ്ട് കാത്തു സൂക്ഷിക്കുകയും വേണം. പ്രത്യേകിച്ചും കാലിലൊക്കെയുള്ള മുറിവാണെങ്കിൽ മണലൊക്കെ ഒരുപാടാവാനും ആ വൂണ്ട് ഇൻഫെക്റ്റഡ് ആവാനും സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 to 2 വീക്സിൽ മിക്കവാറും വൂണ്ടൊക്കെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഹെൽപ്പ് പോലും ഇല്ലാതെ ഹീലാവും. ഈ നേരത്തെ പറഞ്ഞ ഡ്രസ്സിങ് ആ മുറിവുണ്ടായ സമയത്ത് മാത്രം ചെയ്യാനുള്ളതല്ല, എല്ലാ ദിവസവും ചെയ്യണം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളായാലും വീട്ടിലായാലും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു മിസ്റ്റേക്കാണ്, നമ്മൾ വൂണ്ട് അധികം കഴുകി വൃത്തിയാക്കാറില്ല. മേ ബി ഫസ്റ്റ് വൂണ്ട് ഉണ്ടായ സമയത്ത് ചിലപ്പോൾ കഴുകിയേക്കാം. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ നേരത്തെ നമ്മൾ ഡ്രസ്സ് ചെയ്ത ആ ഒരു ഡ്രസ്സിങ് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ഓയിൻമെൻറ്റ് തേച്ചിട്ട് പുതിയൊരു ഡ്രസ്സിങ് വെച്ച് കെട്ടിയിട്ട് വിടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങില്ല. കാരണം ആൾറെഡി ആ വൂണ്ടിൽ നിന്നും കുറച്ച് ചോരയും ചലവും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ഡ്രസ്സിങ്ങിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഓയിൻമെൻറ്റ്, ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് കൂടി മിക്സ് ആയിട്ട് അവിടെ ഒരു ഫിലിം പോലെ, ബയോ ഫിലിം പോലെ അവിടെ ഫോം ചെയ്ത് നിൽക്കും. ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ ഓയിൻമെൻറ്റ് തേച്ച് പുതിയ രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ വൂണ്ട് ഹീലിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യും. അതായത് പിറ്റേ ദിവസം പോകുമ്പോഴും ഫുള്ള് വൂണ്ട് മൊത്തം ആ ഡ്രസ്സിങ് മൊത്തം അഴിച്ച് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കണം. എന്നിട്ട് ബീറ്റാഡിൻ ഒഴിച്ച് കഴിക്കണം. എന്നിട്ട് മെട്രോജിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. എന്നിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യേണ്ടത്. പറ്റുമെങ്കിൽ 2 പ്രാവശ്യം നിങ്ങൾ ഡ്രസ്സിങ് ചെയ്യാം. വൂണ്ട് തുറന്നിടരുത്. ഇനി ചില കേസസിലാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഫോക്കസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കണം. അതായത് നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് തുടങ്ങേണ്ടി വരും. അത് ഏതൊക്കെ കേസാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഭയങ്കര ഹൈ വെലോസിറ്റി ഇഞ്ചുറി അല്ലെങ്കിൽ ക്രഷ് ഇഞ്ചുറി, എന്തെങ്കിലും മെഷീനകത്തൊക്കെ കയ്യോ കാലോ കുടുങ്ങിപ്പോയിട്ട് ക്രഷ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഭയങ്കര ഡെപ്തുള്ള ഇഞ്ചുറി, ഡെപ്തുള്ള മുറിവ്. അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ, അത് HIV അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റി കുറച്ച് വെച്ചിട്ടുള്ള ആൾക്കാർ, അതുപോലെ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, ഷുഗർ ഉള്ള ആൾക്കാർ. ഇത്രയും ആൾക്കാർ, പ്രത്യേകിച്ചും കാലിലൊക്കെയുള്ള മുറിവാണെങ്കിൽ നമ്മൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ഒരു ഫസ്റ്റ് 1 വീക്കൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. എന്നിട്ട് ആൾമോസ്റ്റ് ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡ്രസ്സിങ്ങിൻ്റെ പ്രോപ്പർ സ്റ്റേജ് കൂടിയിട്ട് അത് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് ഉണക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിവരമില്ലായ്മ ഇല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കാരണം നമ്മൾ ആരാലും ചൂഷണം ചെയ്യപ്പെടരുത്. മേ ബി അവർ പ്രൊലോങ്ഡ് ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ എടുത്തിട്ട്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, അവർ ആൾമോസ്റ്റ് 1-1.5 മാസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഏകദേശം 2-3 ലക്ഷം രൂപ അവർക്ക് അവിടെ ചിലവാകുകയും ചെയ്തു. നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റ് ആവണം. പക്ഷേ അതിനുള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടണം. എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ കിടന്നിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യമുള്ളൂ. ഇനി ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിൽ ആൾറെഡി
അവരുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ആവാനും, ചിലർക്കാണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് ആ നെർവിനൊക്കെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലിലൊക്കെ ഉണ്ടാകുന്ന മുറിവ് ചിലപ്പോൾ അവർക്ക് പെയിൻ അറിയണമെന്നില്ല. അപ്പോൾ അവർ പെയിൻ നോട്ടീസ് ചെയ്യാണ്ട് അങ്ങനെ പെയിൻ ഇങ്ങനെ ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡായി വരും. ഒരു ലിമിറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഇൻഫെക്ഷനൊക്കെ ആയ ശേഷമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇതിലൊരു സ്പെഷ്യൽ കെയർ വേണം. പിന്നെ കാലൊക്കെ ഇപ്പോൾ ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ അല്ലെങ്കിൽ ഷുഗറുള്ള ആൾക്കാർ കാലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ. എനിക്ക് തന്നെ കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അവർക്ക് മുറിവ് വന്നത് അറിയില്ല. 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ബ്ലീഡിംഗ് ഒക്കെ കണ്ട ശേഷമാണ് അവർ കാല് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവണം. അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം.